കേരള സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ ഇന്ന് അരങ്ങുണരും. മന്ത്രി സജി ചെറിയാൻ വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 വരെ നീണ്ടു നിൽക്കുന്നതാണ് നാടകോത്സവം. 7 വേദികൾ, തിരഞ്ഞെടുത്ത 23 നാടകങ്ങൾ, 47 പ്രദർശനങ്ങൾ. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ഫെബ്രുവരി 16 വരെ നീളുന്ന ദിനരാത്രങ്ങൾ തൃശൂർ നാടകങ്ങളുടെ അരങ്ങാകും. സമകാലിക രാഷ്ട്രീയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സംവദിക്കുന്ന നാടകോത്സവത്തിന് ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം. സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം, സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകൾ, കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട്, ടൗൺ ഹാൾ എന്നിവ വേദികളാകും. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും നാടകോത്സവം ഏറ്റവും മികച്ചതാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ലോകത്ത് യുദ്ധത്തിൻ്റെയും പലായനങ്ങളുടെയും ഒക്കെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് ഒന്നിക്കണം മാനവികത എന്ന വിഷയത്തിൽ നിന്നും ഒരു ചുവടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്ന പ്രമേയമായിട്ടാണ്. ഒന്ന്, സമൂഹത്തിൽ വളരെയധികം മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ നാടകങ്ങളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. വലിയൊരളവ് എല്ലാ തരം ജാണറുകളിലുള്ള നാടകങ്ങൾ ഇത്തവണ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ ട്രാമാർട്സ് ട്രസ്റ്റിന്റെ മാട്ടിക്കഥ, ഡൽഹി ദസ്താൻ, ലൈവിന്റെ കബീര കഥാ ബസാർ മേ എന്നിവയാണ് ഉദ്ഘാടന ദിവസത്തെ മറ്റു പ്രദർശനങ്ങൾ. അങ്ങനെ ഒരു ഉത്സവകാലത്തിന് കൂടി തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇനി ലോകോത്തര നാടകങ്ങൾക്ക് അരങ്ങുണരും. യവനിക ഉയരുമ്പോൾ കാഴ്ചാനുഭവത്തിന്റെ എന്തൊക്കെ സാധ്യതകളാണ് ഇറ്റ്ഫോക് കരുതി വച്ചിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ആസ്വാദകർ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.